ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ തുലാ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ രാശിക്കാർക്ക് എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന തുലാ രാശിക്കാർക്ക് 2ാം ഭാവത്തിൽ ബുധൻ ശുക്രൻ, 3ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ, 5ാം ഭാവത്തിൽ ശനി, 6ാം ഭാവത്തിൽ രാഹു, 7ാം ഭാവത്തിൽ വ്യാഴൻ, 12ാം ഭാവത്തിൽ കേതു. ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതലും കാണുന്നത്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അനാരോഗ്യ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയില്ല. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തു വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയങ്ങൾ പൂവണിയുവാനുള്ള സാധ്യതയുണ്ട്. വിദേശകാര്യ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലി തരപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞാൽ പോകാനായിട്ട് ഉടനെ ജനുവരി യാത്ര ചെയ്യാൻ, പുതിയ വർഷത്തിൽ തന്നെ യാത്ര ഇരിക്കാനുള്ള ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ മേഖലകൾ മാറ്റിപ്പിടിക്കുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി ധനപ്രീതി വരുവാനുള്ള സാധ്യതയും അപ്രതീക്ഷിതപരമായിട്ട് ധനലാഭങ്ങൾ സൃഷ്ടിക്കുവാനും വരുമാന മാർഗങ്ങൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്. സ്ഥിര തൊഴിലായിട്ട് വർക്ക് ചെയ്യുന്നവർ, ശമ്പള സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചിലവുകൾ കുറച്ച് വരുമാനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അതേസമയത്ത് ബിസിനസ്സുകാർക്കാണെങ്കിൽ ലാഭവിഹിതങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വസ്ത്രമേഖലയിലും സ്വർണ്ണ മേഖലയിലും വൻ കുതിപ്പുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റ് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഷെയർ ഉള്ളവർക്ക് അത് അധികരിച്ചു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളതൊന്നും വരുവാനുള്ള സാധ്യതയില്ല. സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരിൽ അതിൻ്റേതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഈ മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശുഭ കാര്യങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഗൃഹനിർമ്മാണം, വസ്തുലാഭം, ഭവന നിർമ്മാണം, ഗൃഹപ്രവേശം, കുട്ടികൾക്ക് ചോറൂണ്, ഇഷ്ടസന്താന ലബ്ധി, അതേപോലെ സന്താന ഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, സന്താനങ്ങൾ ഉത്ഭവിക്കുക, പ്രഗ്നൻ്റ് ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശുഭകാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ദോഷകാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്ന് പെടുവാനുള്ള സാധ്യതയും ചില ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മൾക്ക് വഞ്ചിതരാവുന്ന സാധ്യതയും അതുപോലെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള ചില അകൽച്ചകളും ബന്ധുഗൃഹങ്ങളിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അപ്രതീക്ഷിതപരമായിട്ടുള്ള ചില പെരുമാറ്റ രീതികളെല്ലാം നമ്മളെ അതൃപ്തിപ്പെടുവാനുള്ള സാധ്യതയും മാതാപിതാക്കൾക്കുമായി ചില അനാവശ്യപരമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ വരുവാനുള്ള സാധ്യതയും നമ്മളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റായി എന്നൊരു തോന്നലുകൾ വരാനുള്ള സാധ്യതയുമെല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ, ശ്രദ്ധാപൂർവ്വം നീങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിനെ നമ്മൾക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പതിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കോ വിദേശ സംബന്ധമായിട്ടുള്ള പഠനത്തിനോ വിദേശ സംബന്ധപരമായിട്ടുള്ള ബിസിനസ്സുകൾക്കിന് യാതൊരുവിധ തടസ്സവുമില്ല. അത് നീണ്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്, അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PSC ലിസ്റ്റിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വിദേശ ജോലിയോ അല്ലെങ്കിൽ സ്വദേശ ജോലിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയോ ഒക്കെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. എൻജിനീയർ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം, മോട്ടോർ സംബന്ധമായിട്ട് മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണമേന്മയുള്ള ഒരു സമയമാണ് കാണുന്നത്. സിവിൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണങ്ങൾ കൂടുവാനുള്ള സാധ്യതയും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണമേന്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും മുടങ്ങിക്കിടക്കുന്ന വസ്തുക്കളെല്ലാം പുനർനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുവാനുള്ള സാധ്യതയും പാഴ്വസ്തുക്കളെല്ലാം ആണെന്ന് കരുതി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വീണ്ടെടുത്ത് പൊടിതട്ടി അത് സൂക്ഷ്മതയോടുകൂടി പിടിച്ചു വയ്ക്കുവാനുള്ള സാധ്യതയും പുരാതന വസ്തുക്കൾ വാങ്ങി ശേഖരിക്കുവാനുള്ള സാധ്യതയും ചില മിത്രങ്ങളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും അതുമൂലം വന്നിട്ട് പുതിയ വഴിത്തിരിവിലേക്ക് വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു വിദേശ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് ഈ മാസം എന്ന് തന്നെ പറയാം. വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ളൊരു സാധ്യതയാണ്. അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള ജീവിതം പങ്കുവയ്ക്കും. ഭാര്യ ഭർത്താക്കന്മാർ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത കൂടുതലായിട്ട് ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. കൂടുതലായിട്ടുള്ള ഗവേഷണങ്ങൾ പരിപാടികളിൽ നിൽക്കും. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഗുണാനുഭവങ്ങൾ തന്നെ ഉണ്ടാവും.
ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മെഡിറ്റേഷൻ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾക്കെല്ലാം ഒന്ന് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. ആയുർവേദത്തിൽ നല്ലൊരു കുതിപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഹോമിയോപ്പതിയിലും അതുപോലെ തന്നെ നല്ലൊരു ഡെവലപ്മെൻറ്റ് വരുവാനുണ്ട്. ഡെൻ്റലിസ്റ്റുകൾക്കെല്ലാം സുഖകരമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥ വ്യതിയാനം വരുന്നതനുസരിച്ചിട്ട് മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള തകരാറുകൾ വരുന്ന കാരണം കൊണ്ട് അശ്രദ്ധ മൂലം ചില സമയങ്ങളിൽ വന്നിട്ട് രോഗാവസ്ഥ പിടിപെടുവാനും അതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമെല്ലാം കാണുന്നുണ്ട്. അടിക്കടി തുമ്മലുകൾ, ചൊറിച്ചിലുകൾ എല്ലാം വരുന്നവരെല്ലാം പ്രത്യേകപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പെട്ടെന്നൊരു ലീവ് എടുക്കേണ്ട ഒരു ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് അപ്രതീക്ഷിതപരമായിട്ട് 2 ദിവസം ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാനുള്ള സാധ്യത പെട്ടെന്ന് വരുവാനുള്ള സാധ്യത. അത് അത്യാവശ്യമല്ല, അത് ഒരു അധികാരപരമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് തീർച്ചയായിട്ടും പറയാം. ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ചില അപ്രതീക്ഷിതപരമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിൽ അത് പിടിച്ച് വലിച്ചു വാങ്ങിക്കുന്ന ഒരു നിയന്ത്രണ ഘട്ടം വരും. അപ്പോൾ മനസ്സ് പതറാതെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ദുഃഖിക്കേണ്ടി വരില്ല. അതേസമയത്ത് കലഹത്തിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നമായി തന്നെ മാറുമെന്ന് പറയാം. ഗവൺമെൻറ് ലെവലിൽ ജോലി എടുക്കുന്നവർക്കെല്ലാം അശ്രദ്ധ വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് വക്കീലന്മാർക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവമുണ്ട്. ക്ഷേത്രാങ്കണങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഗുണാനുഭവം കാണുന്നുണ്ട്. ക്ഷേത്ര സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്കും വലിയ ഗുണങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണങ്ങൾ കൂടുവാനുള്ള സ്ഥാനമാന പദവികളിൽ നിന്നും മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും അതിലാഭങ്ങളും വരുവാനുള്ള സാധ്യതയും, പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുമെല്ലാം ഈ മാസത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. പുതു സംവിധായകന്മാരെല്ലാം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വിജയിച്ചു വരുവാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. പുതിയ തിരക്കഥകൾ എടുത്തു വെച്ച് ഇപ്പോൾ എടുക്കണമോ വേണ്ടയോ, ആരെയും കാണിക്കണമോ എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയൊരു അവസരമാണ്. തീർച്ചയായിട്ടും അത് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിന് സുഖം കിട്ടുന്ന ചില വാക്കുകളെല്ലാം അപ്രതീക്ഷിതപരമായിട്ട് വരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും തുലാരാശിക്കാർക്ക് ഈ മാസം ഗുണം തന്നെയാണ് പറയാനുള്ളത്. നമസ്കാരം.